വാ 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 അതാ നോക്കിക്കേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ പൊന്മുടിയിലേക്കുള്ളൊരു ട്രിപ്പാണ്. പൊന്മുടി ട്രിവാൻഡ്രത്തുള്ള പൊന്മുടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊന്മുടിയിലെ കാഴ്ചകളിലേക്ക് പോയാലോ. പൊന്മുടി എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ ഒരു ഫേമസ് ഹിൽ സ്റ്റേഷനും പിന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് വട്ടപ്പാറ വിതുര റൂട്ട് വഴിയാണ് പൊന്മുടിയിലേക്ക് പോകാനുള്ളൊരു യാത്ര തിരിച്ചേക്കുന്നത്. നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ട്സ് മൗണ്ടൻ റേഞ്ചസിൽ കിടക്കുന്ന ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഒരു 1100 മീറ്റേഴ്സ് എബോവ് സീ ലെവലാണ് പൊന്മുടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ 22 ഹെയർ പിൻ ബെൻസ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വേണം ആക്ച്വലി പൊന്മുടിയിലോട്ട് എത്താനായിട്ട്. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പലയിടങ്ങളിലും കല്ലാർ നദിയുടെ ഓരോ പാർട്സ് കാണാൻ കഴിയും. അതിലൊരു പാർട്ടാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പൊന്മുടിയിലേക്കുള്ള റൂട്ടിലെ വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്, ചേഞ്ചിങ് റൂം ഫെസിലിറ്റി ഉണ്ട്. അവിടെ നമുക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരു 1.5 കിലോമീറ്ററോളം അകത്തോട്ട് നടക്കാനുണ്ട്. അവിടെ നമുക്ക് വലിയ പാറകൾ കാണാൻ പറ്റും, ഒരു ചെറിയൊരു റിവർ ക്രോസിംഗ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനലി എത്തുന്നതെന്ന് പറയുന്നത് മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്താണ്. ഈ വാട്ടർഫാൾസ് കല്ലാർ റിവറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും പൊന്മുടിയിലേക്കുള്ള യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഫൈനലി നമ്മൾ പൊന്മുടിയിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ അഡൾട്ടിനും 40 റുപ്പീസ് വെച്ച് കൊടുക്കണം. 2 വീലർ ആണെങ്കിൽ 20 റുപ്പീസ് വെച്ച് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ ഈവൻ ക്യാമറ കൊണ്ടുവരുമ്പോൾ, ചിൽഡ്രനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റ്സ് ആണ്. ഇത് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആ ബോർഡ് ഷെയർ ചെയ്തേക്കാം. മാത്രമേ ഉള്ളൂ കേട്ടോ, ജിപേ കാർഡേ ഉള്ളൂ. അങ്ങ് എത്തണം ആക്ച്വലി. ഇതാ ഇവിടെ ചുറ്റും നോക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കൊടും കാട് കാണാൻ പറ്റുന്നുണ്ട്, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിറയെ മരങ്ങളും കിളികളും പിന്നെ കുറച്ച് വൈൽഡ് ആനിമൽസ്, കുരങ്ങന്മാർ, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. നല്ല ഓരോ ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ എത്തുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോവുകയാണ്. നമ്മൾ ഈ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് സൺലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞും കൂടി നിൽക്കുന്ന കാണാൻ കഴിയും. ചിലയിടത്ത് നല്ല വെയിലാണ്, ചിലയിടത്ത് നല്ല വെയിൽ കുറവുമാണ്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ടീ പ്ലാന്റേഷൻസ് ഇവിടെ കാണാൻ കഴിയും. പോകുന്ന വഴിക്ക് പല ഷോപ്സിലും പൊന്മുടി സ്പെഷ്യൽ ടീ, ഗ്രീൻ ടീ ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പലയിടത്തായിട്ട് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ കഴിയും, കാട്ടുപന്നീനെയൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് ജാനുവരി ടൈമിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ജാനുവരി എന്ന് പറയുന്നൊരു ബെസ്റ്റ് ടൈമാണ് ഇവിടെ വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ നവംബർ അല്ലെങ്കിൽ ഡിസംബർ ടൈമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യൂ ആയിരിക്കും, ഇവിടെ ഭയങ്കരമായിട്ട് തിരക്ക് കാണും. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ടൈമാണ്. പിന്നെ നല്ല തണുപ്പായിരിക്കും, ഫോഗി ആയിരിക്കും. ഇതൊന്നും നല്ല രീതിയിൽ കാണാൻ കഴിയില്ല. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂൺ ടു സെപ്റ്റംബർ സമയത്ത് നല്ലൊരു മഴ പെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയം ഇവിടെ എല്ലാം നല്ല സ്ലിപ്പറിയാണ്. അതുമാത്രമല്ല ഇവിടെ എല്ലാം ക്ലോസ്ഡും ആയിരിക്കും. പൊന്മുടി ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു ന്യൂസ് നമ്മൾ എപ്പോഴും നോക്കിയിട്ട് വേണം പൊന്മുടിയിലോട്ട് വരാനായിട്ട്. ഇത് നമ്മൾ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് കണ്ടൊരു സ്ഥലമാണ്, കുറച്ച് പാറ നിറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ തിരിച്ചു. നമ്മൾ ഈ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് വരുന്ന സ്ഥലങ്ങളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണ്. പിന്നെ ഇത് പെരിങ്ങാമല ഗ്രാമപഞ്ചായത്തിലാണ് ഉൾപ്പെടുന്നത്. പൊന്മുടിയിലെ വേറെ അട്രാക്ഷൻസ് ആണ് ഗോൾഡൻ വാലി, കല്ലാർ നദി, പിന്നെ അതുപോലെ തന്നെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ ഒരുപാട് ട്രെക്കിംഗ് സ്പോട്ട്സും ഉണ്ട്. നമുക്ക് പൊന്മുടിയിലോട്ട് പോകാനായിട്ട് ഒരു 22 ഹെയർ പിൻ ബെൻസ് ഉണ്ട്. നല്ല രീതിയിലുള്ള വളവും തിരിവും ഉണ്ട്. അതൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഒരുപാട് ഓവർ സ്പീഡിൽ പോകാൻ പാടില്ല. അതുമാത്രമല്ല ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പെടുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് വൈൽഡ് ആനിമൽസും നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഓവർ സ്പീഡ് പാടില്ല, ഒരുപാട് നോയ്സ് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നല്ല കൊടും കാട്ടിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളും ആയിരിക്കണം, ചുറ്റുപാടും എല്ലാം ഒന്ന്. ഫൈനലി നമ്മൾ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. പൊന്മുടിയിലെ ഒരു ഫേമസ് വൈൽഡ് അനിമലാണ് ഈ വരയാടെന്ന് പറയുന്നത്. വരയാട് മുട്ട എന്ന് പറയുന്ന ഒരു പീക്കാണ് പൊന്മുടിയിലെ ഏറ്റവും ടോളസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ വരയാടുകളെ കാണാൻ പറ്റുമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വരയാടിൻ്റെ സ്റ്റാച്ചു വെച്ചേക്കുന്നത്. വെയിലുണ്ട്, ഒരു 10:30 സമയമായിട്ടുണ്ട്, വെയിലുണ്ട്. പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റും പിന്നെ ഈ ചെടികളുടെയൊക്കെ സൗണ്ടും ഭയങ്കര രസമുണ്ട്. ട്രിവാൻഡ്രത്തെ ഒരു ഫേമസ് ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളുടെ ഒരു പാർട്ടും കൂടിയാണ്
പൊന്മുടി. പൊതുവേ ഇവിടെ ഒരു ചെറിയൊരു തണുപ്പും മിസ്റ്റും ഫോഗും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു രാവിലെ സമയത്താണെങ്കിലും സൺറൈസ് സമയത്തും വൈകുന്നേരം സൺസെറ്റ് സമയത്താണെങ്കിലും നമുക്ക് ഈ ഒരു സൺലൈറ്റ് വന്ന് ഇവിടെ പതിയുമ്പോൾ ഒരു ഗോൾഡൻ കളർ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊന്മുടിക്ക് ഗോൾഡൻ പീക്ക് എന്നും ഒരു പേരുണ്ട്. ഇവിടെ ചില പാക്കേജസ് എടുത്ത് പേ ചെയ്ത് പോകാൻ പറ്റുന്ന കുറച്ച് ട്രെക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വരയാട് മുട്ട, മരുത്വാമല, സീതാതീർത്ഥം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു പാക്കേജ് എടുത്ത് ഒരു 5 പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിലാണ് അവർ ട്രെക്കിങ്ങിനായിട്ട് കൊണ്ടുപോകുന്നത്. നമ്മളീ പോയ സമയത്ത് കുറച്ച് വെയിലുണ്ടായതുകൊണ്ടാണ് ഈ മലയെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല, ഫുള്ളി ഫോഗ് ഫീൽഡ് ആയിരിക്കും. അതൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അങ്ങോട്ടേക്കാണ് യാത്ര. ഇവിടെ നിന്ന് തന്നെ നടന്ന് കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ടവർ കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ മലകളെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. പക്ഷേ ഇപ്പോൾ ആ ടവർ കുറച്ച് പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വരെയൊന്നും കയറി നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ താഴെ നിന്ന് ഇതെല്ലാം കാണാൻ പറ്റും. പൊന്മുടിയിൽ നിന്ന് നമ്മളൊരു 360 ഡിഗ്രി കറങ്ങി നോക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോഴും മലകളാണ് കാണാൻ കഴിയുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിയ ഒരു സമയത്ത് എനിക്ക് വരയാട് മുട്ട നന്നായിട്ട് കാണാൻ കഴിഞ്ഞത്. ആ കാണുന്ന മലയാണ് വരയാട് മുട്ട എന്ന് പറയുന്നത്. അവിടെയാണ് ഇവർ ട്രെക്കിങ്ങിനും കൊണ്ടുപോകാറുള്ളത്. ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് 9 AM to 4 PM ആണ്. പക്ഷെ നമ്മൾ 5 PM ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഹായ്. വാ വാ വാ, അതാ നോക്കിക്കേ. വാവ്, അടിപൊളി. ബൈ 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 ബൈ. ഇവിടെ നമ്മളിനി തിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കഫറ്റീരിയ കാണാൻ പറ്റും. അവിടെ പോയി ചെറിയൊരു കോഫിയും കുടിച്ച് പിന്നെ ചെറിയൊരു പർച്ചേസ് നടത്തി. നമ്മൾ ഈ വനവിഭവങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഫോറസ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ്. അവിടെ പോയി ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം ചെയ്ത് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് കുരങ്ങന്മാരെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയായിരുന്നേ. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലൊരു പാർലേജി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് ആ പാർലേജി ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ചു കഴിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ആ കവർ അത് സൂക്ഷിച്ച് വെച്ചു. ഇനി അവർ കവർ കഴിക്കണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ യാത്ര തിരിച്ചപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. ഉച്ചയായി. അപ്പോൾ ഒരു ഇതയ ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ നിന്ന് നമ്മളൊരു ചെറുതായിട്ട് ഒരു ഊണും കഴിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് പൊന്മുടി തേയില കണ്ടായിരുന്നു. പൊന്മുടി സ്പെഷ്യൽ തേയില. അപ്പോൾ അതൊന്ന് വാങ്ങാൻ വിചാരിച്ചു. പൊന്മുടി ടീസ്. അപ്പോൾ അതൊന്ന് വാങ്ങി. ഇനി വീണ്ടും നമ്മൾ ആ ഒരു ചെക്ക് പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ചേഞ്ചിങ് റൂമും ബാത്റൂമും ഒക്കെ ഉണ്ട്. ജെൻസിനും ഫീമെയിൽസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അവിടെ നമുക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെയ്ഡ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഈ ചെക്ക് പോയിന്റ് പേ ചെയ്തല്ലോ. അപ്പോൾ വീണ്ടും ഇവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയായിരുന്നു. നമ്മുടെ ഈ കല്ലാർ റിവറിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് അധികം ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം സേഫായിട്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഈ കല്ലാർ റിവറിന് കല്ലാറിന് പേര് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് ആറ് എന്ന് പറയുമ്പം സ്റ്റോണ് റിവർ എന്നുള്ളൊരു മീനിങ് ആണ്. ഇവിടെ ആക്ച്വലി ഒരുപാട് റൗണ്ട് ഷേപ്ഡ് സ്റ്റോൺസും ഉണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറുമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവിടെ അങ്ങനൊരു പേര് കിട്ടിയത്. സോ നൈസ്. വാവ്, തണുപ്പ് തണുപ്പ്. ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് മീൻമുട്ടി എത്തുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു അഡ്വഞ്ചറസ് പാർക്ക് കണ്ടായിരുന്നു. സ്കൈറ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സിപ്പ് ലൈന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആൽക്കഹോളോ സ്മോക്കിങ്ങോ ഒന്നും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസോ ഇതിൽ കയറാൻ പാടില്ല. ചിൽഡ്രനെ നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ അത് മാത്രമല്ല അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യണം. അഥവാ എന്തെങ്കിലും ആക്സിഡൻസോ ഇഞ്ചുറീസോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അതിന് റെസ്പോൺസിബിൾ അല്ല. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൈ പിടിച്ച് ഒരേപോലെ തന്നെ നമുക്ക് ഈ സിപ്പ് ലൈനിൽ പോകാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു തെങ്ങിൻ്റെയൊക്കെ ഒരു ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു സിപ്പ് ലൈൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിനി അടുത്ത ഈ ഒരു സിപ്പ് ലൈൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഒരു 2-3 സ്റ്റെയർസ് കയറി നമ്മൾ മുകളിൽ പോകണം. ആ മുകളിൽ പോയിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കയറി സിപ്പ് ലൈനിൽ വരുമ്പോൾ
തിരിച്ച് നമ്മൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് എത്തുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് ഡബിൾ ദ ഹൈറ്റിലാണ് ആക്ച്വലി ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡബിൾ ദ ഹൈറ്റാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കാര്യം ഇത്രയും ഹൈറ്റിൽ സിപ്പ് ലൈനിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വീഗാലാൻഡിലൊക്കെ റൈഡിൽ കയറിയ പോലത്തെ ഒരു ഫീലായിരുന്നു ആദ്യം കയറുന്ന സമയത്ത്. നല്ല പേടിയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.